അനശ്വര ഗാനങ്ങളിലൂടെ പാട്ടിന്റെ വസന്തം തീർത്ത ഭാവഗായകൻ പി ജയചന്ദ്രന് സ്മരണാഞ്ജലി അർപ്പിച്ച് മലയാളം. മൃതദേഹം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിക്കും. സംഗീത നാടക അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനമുണ്ടാകും. അനീഷ് ആന്റണി ഉണ്ട് തൃശൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. തൃശൂരിന്റെ സ്വന്തം ജയേട്ടനായിരുന്നു അനീഷ എന്തായാലും വിടവാങ്ങിയിരിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം സഹോദരിയുടെ വീട്ടിലെത്തിച്ചോ? എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര, അല്പസമയത്തിനകം മൃതദേഹം അമല ആശുപത്രി മോർച്ചറിയിൽ നിന്നും പൂങ്കുന്നത്തെ വീട്ടിലേക്ക് എത്തിക്കും. അതിനായി സ്ട്രെച്ചർ ഇപ്പോൾ മോർച്ചറിയിലേക്ക് കയറ്റിയിട്ടുണ്ട്. മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നതിനായി വീട്ടിൽ ഇപ്പോൾ പ്രമുഖർ ഉൾപ്പെടെ രാഷ്ട്രീയ സിനിമാ മേഖല ഉൾപ്പെടെ നിരവധി പേർ അദ്ദേഹത്തിന്റെ മൃതദേഹം വരുന്നത് കാത്ത് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വനം മന്ത്രി AK ശശീന്ദ്രൻ, അതുപോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ, അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ പൂങ്കുന്നത്തെ വസതിയിൽ ഇപ്പോഴുണ്ട്. ഇവരെല്ലാവരും ഇവരുടെ അനുശോചന മാധ്യമങ്ങളോട് രേഖപ്പെടുത്തി. അതായത് ജയചന്ദ്രന് പകരം വെക്കാൻ മറ്റൊരു ജയചന്ദ്രൻ ഇല്ല എന്നായിരുന്നു AK ശശീന്ദ്രൻ പ്രതികരിച്ചത്. മലയാള ഗാനശാഖയിലെ സമ്പന്നമാക്കിയ ജയചന്ദ്രന്റെ വിയോഗം നികത്താനാവാത്ത നഷ്ടമെന്നായിരുന്നു VM സുധീരന്റെ പ്രതികരണം. ശ്രീകുമാരൻ തമ്പിയാകട്ടെ വ്യക്തിപരമായ നഷ്ടമാണ്. സഹോദര തുല്യ ബന്ധമായിരുന്നു ജയചന്ദ്രനും താനുമെന്നും എന്നും ഈ ജയചന്ദ്രൻ സേവിച്ചിരുന്നത് സംഗീതത്തെയാണ് എന്നത് ഉൾപ്പെടെ ഇപ്പോൾ അവരുടെ പി ജയചന്ദ്രനുമായുള്ള ഓർമ്മകളും എല്ലാം അനുശോചനം ഇപ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്തായാലും അധികം വൈകാതെ നിമിഷങ്ങൾക്കകം മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കും. തുടർന്ന് ആംബുലൻസിൽ പൂങ്കുന്നത്തെ വസതിയിലെത്തിക്കും. അവിടെ പൊതുദർശനം ഇപ്പോൾ മൃതദേഹം എത്തിയാലുടൻ പൊതുദർശനം ആരംഭിക്കും. നേരത്തെ 8 മണിക്ക് അമല ആശുപത്രിയിൽ നിന്ന് മൃതദേഹം മാറ്റുമെന്നായിരുന്നു നിശ്ചയിച്ചത്. പറഞ്ഞതിലും വിട്ട് 1 മണിക്കൂർ ഇപ്പോൾ വൈകിയിരിക്കുന്നു. എന്തായാലും വീട്ടിൽ 10 മണി വരെ പൊതുദർശനം ഉണ്ടായിരിക്കുമെന്നാണ് നേരത്തെ നിശ്ചയിച്ചത്. അതിൽ നിന്നും അല്പം വൈകാൻ സാധ്യതയുണ്ട്. എന്തായാലും വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം 10 മണിക്ക് ശേഷം മൃതദേഹം സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും. വലിയൊരു ആൾക്കൂട്ടം തന്നെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. സംഗീതത്തെ സ്നേഹിക്കുന്നവർ, പി ജയചന്ദ്രന്റെ ഗാനങ്ങളെ നെഞ്ചിലേറ്റിയവർ, പ്രായമായവരും ചെറുപ്പക്കാരും ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന പ്രായഭേദമന്യേ അദ്ദേഹത്തിന്റെ ശബ്ദത്തെ അല്ലെങ്കിൽ അദ്ദേഹം പാടിയ പാട്ടുകളെ ഇഷ്ടപ്പെടുന്നവരാണ് ഓരോ മലയാളികളും. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഈ സംഗീത നാടക അക്കാദമിയിലേക്ക് എത്തും എന്നൊരു കണക്കുകൂട്ടൽ തന്നെയാണ് ബന്ധുക്കളും മറ്റുള്ളവരും എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ 12 മണി വരെ ആണ് സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനം നേരത്തെ നിശ്ചയിച്ചിരുന്നത്. പക്ഷെ അതിലും വൈകാനാണ് സാധ്യത. എന്തായാലും സംഗീത നാടക അക്കാദമിയിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീണ്ടും തിരികെ പൂങ്കുന്നത്തെ വസതിയിലേക്ക് തന്നെ എത്തിക്കുക. അവിടെ വീണ്ടും പൊതുദർശനം തുടരും. ഇന്ന് രാത്രി എല്ലാം മൃതദേഹം അവിടെ തന്നെയാണ് സൂക്ഷിക്കുക. തുടർന്ന് നാളെ രാവിലെ 8:30യോടെയാണ് ഈ എറണാകുളത്തെ പറവൂരിലുള്ള ഈ സ്ഥലത്തേക്ക് കുന്നമംഗലത്തേക്ക് കൊണ്ടുപോവുക. എന്തായാലും പറവൂരിലെ വീട്ടിൽ നാളെ ഉച്ചതിരിഞ്ഞ് 3:30യോടെ ആണ് സംസ്കരിക്കാനായി ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം ഇന്നലെ വൈകിട്ട് 7:30യോടെയാണ് അദ്ദേഹത്തിനെ അവശ നിലയിൽ അമല ആശുപത്രിയിൽ എത്തിക്കുന്നത്. രക്തം വൊമിറ്റ് ചെയ്ത നിലയിലായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വീട്ടിൽ കുഴഞ്ഞ് വീഴുകയായിരുന്നു. 7:30ക്ക് എത്തി 7:54 8 മണിയോടെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ഡോക്ടർമാർ പരമാവധി അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താനെല്ലാം ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. കാരണം അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയായിരുന്നു. അത്ര കണ്ട് അവശ നിലയിലായിരുന്നു അദ്ദേഹത്തെ എത്തിച്ചത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലേക്ക് തലേ ദിവസം അമല ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവിടെ നിന്നും ഡിസ്ചാർജ് വാങ്ങിപ്പോയത്. ഡോക്ടർമാർ പലതവണ പറഞ്ഞു ഡിസ്ചാർജ് വാങ്ങി പോകരുത്, ആരോഗ്യസ്ഥിതി മെച്ചപ്പെടേണ്ടത്. എന്നാൽ അദ്ദേഹം അതിന് വഴങ്ങാതെ വീട്ടിലേക്ക് പോകണം എന്നൊരു നിർബന്ധത്തിന്റെ പുറത്താണ് അദ്ദേഹം തന്നെയാണ് ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോയതെന്നാണ് ആശുപത്രിയിൽ ഇന്നലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അതിനുശേഷമാണ് ഇന്നലെ വൈകിട്ട് 7:30യോടെ വീട്ടിൽ കൊഴിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം നാളുകളായി അദ്ദേഹം അർബുദ രോഗബാധിതനാണ്, അവശ നിലയിലായിരുന്നു. പിന്നീട് ആരോഗ്യം വീണ്ടെടുക്കുന്ന ഒരു ഘട്ടം വരെ എത്തി. ആ ആരോഗ്യം വീണ്ടെടുത്ത ഘട്ടത്തിൽ അദ്ദേഹം ഒരു അവസാനമായ ഒരു ഭക്തിഗാനം, ഗുരുവായൂരപ്പ ഭക്തിഗാനം വരെ പാടി. ആ ഭക്തിഗാനം കേട്ടവർക്കറിയാം അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് ഒട്ടും തന്നെ അദ്ദേഹത്തിന്റെ ആ ശബ്ദ മാധുര്യം ചോർന്നു പോകാത്ത നിലയിലായിരുന്നു. ഈ അവശതയിലും അദ്ദേഹം ആ പാട്ട് പാടിയത്. പ്രായം 80-81 വയസ്സായി, അസുഖബാധിതനാണ്, വാർദ്ധക്യ സഹജമായ മറ്റ് ക്ഷീണിതങ്ങളും എല്ലാം ഉണ്ട്. എന്നിരുന്നാൽ കൂടി അദ്ദേഹത്തിന്റെ ആ പാട്ടിന്റെ ശബ്ദത്തിന്റെ ഒരു കണിക പോലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്ന് മുന്നുണ്ടായിരുന്ന ആരോഗ്യ
അദ്ദേഹത്തിന്റെ ശബ്ദം എങ്ങനെയായിരുന്നു, അതിൽ നിന്നും ഒരു കണിക പോലും കുറയാത്ത രീതിയിലായിരുന്നു അന്ന് ആ ഭക്തിഗാനത്തിന്റെ അദ്ദേഹം പാടിയ ശബ്ദം കേട്ടാൽ മനസ്സിലാകും. അതായത് അദ്ദേഹത്തിന്റെ പ്രായം തളർത്താത്ത ഒരു ശബ്ദത്തിന് ഉടമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കൊരു നിരവധി ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. 16,000-ൽ പരം പാട്ടുകൾ വിവിധ ഭാഷകളിൽ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് ഉൾപ്പെടെ ഹിന്ദി ഉൾപ്പെടെ 16,000-ലധികം പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം ഒരു തവണ ലഭിച്ചിട്ടുണ്ട്. 5 തവണ സംസ്ഥാന പുരസ്കാരം, മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2021-ൽ അദ്ദേഹത്തിന് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചു. കൂടാതെ തമിഴ്നാട് സർക്കാരിന്റെ മികച്ച ഗായകനുള്ള പുരസ്കാരം എല്ലാം ലഭിച്ചു. ഇന്നലെ ആശുപത്രിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ലളിത, മക്കളായിട്ടുള്ള ലക്ഷ്മി, ദിനനാഥ് എന്നിവർ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അവശഘട്ടത്തിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിന്റെ എടുത്ത് പറയാൻ ഒരു പാട്ട് വേണമെങ്കിൽ പറയാം നമുക്ക്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി തുടങ്ങിയ പാട്ടുകൾ പറയാം. പക്ഷെ അദ്ദേഹം പാടിയിട്ടുള്ള എല്ലാ പാട്ടുകളും, ഒട്ടുമിക്ക പാട്ടുകളും മലയാളികളുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന പാട്ടുകൾ തന്നെയായിരുന്നു. ഒരു പാട്ട് നല്ലത് അല്ലെങ്കിൽ ഒരു പാട്ട് മോശം എന്ന് നമുക്ക് അങ്ങനെ വേർതിരിച്ച് കാണാനാവാത്ത വിധം അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പാടിയിട്ടുള്ള എല്ലാ പാട്ടുകളും ഉള്ളത്. മലയാളത്തിൽ എന്ന് വേണ്ട, തമിഴിലും നിരവധി മെലഡി സോങ്സും എല്ലാം അദ്ദേഹം പാടിയിട്ടുണ്ട്. അത് ഇന്നും ആളുകൾ ദിവസം ഒരു പാട്ടെങ്കിലും ജയചന്ദ്രൻ പാടിയ പാട്ട് കേൾക്കാത്തവരായി മലയാളികൾ കാണില്ല. യേശുദാസിനെ പോലെ തന്നെ മലയാളത്തിലെ മറ്റൊരു നെടുന്തൂണാണ് ജയചന്ദ്രൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. മലയാളത്തിന്റെ സിനിമയിൽ മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്നത് പോലെ സംഗീതത്തിൽ യേശുദാസ്, ജയചന്ദ്രൻ എന്നായിരുന്നു ആളുകൾ കണ്ടിരുന്നത്. ആ സ്ഥാനം ഈ അദ്ദേഹം മരിച്ചാലും ആ സ്ഥാനം ഇനിയും കാലങ്ങളോളം നിലനിൽക്കും. നേരത്തെ AK ശശീന്ദ്രൻ പറഞ്ഞതുപോലെ ജയചന്ദ്രന് തുല്യം ജയചന്ദ്രൻ മാത്രമാണ്. ആ വിടവ് നികത്താൻ ഇനി ആരെങ്കിലും വരില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം അത്ര കണ്ട് മനോഹരമായിട്ടാണ് അദ്ദേഹത്തിന്റെ ആ ശബ്ദമാധുര്യത്തിന് പകരം വെക്കാൻ ഇനിയൊരാൾ വരില്ല എന്ന തരത്തിൽ തന്നെയാണ് എല്ലാ മലയാളികളും അതുപോലെ തന്നെ എല്ലാവരെയും മനസ്സിലുള്ളത്. കാരണം ആ ശബ്ദം അത് ജയചന്ദ്രന് മാത്രം അവകാശപ്പെട്ട ആ ശബ്ദമാണ്. എന്തായാലും നിരവധി ഗാനങ്ങൾ അദ്ദേഹം മലയാളത്തിൽ പാടി. അതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹം ഭാവഗായകനാണ്. അത്തരത്തിലുള്ള പാട്ടുകൾക്ക് നമുക്കറിയാം, നിറം എന്ന സിനിമയിൽ പ്രായം തമ്മിൽ മോഹം നൽകി എന്ന് പറയുന്ന ഗാനം, അതിൽ നിന്ന് അന്ന് ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഏറെ അലയൊലികൾ സൃഷ്ടിച്ച ഒരു ഗാനമാണ്. അദ്ദേഹം പാടിയിരുന്ന ശൈലിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്പീഡ് നമ്പറിലുള്ള ഒരു പാട്ട് അദ്ദേഹം പാടി വെച്ചപ്പോൾ അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള പാട്ടും വഴങ്ങും എന്ന് അദ്ദേഹം ആ പാട്ടിലൂടെ തെളിയിച്ചു. എന്തായാലും നിരവധി ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ദിവസം ഒരു തവണയെങ്കിലും റേഡിയോയിലൂടെ അല്ലെങ്കിൽ ടിവിയിലൂടെ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലൂടെ എല്ലാം ഒരു തവണയെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പാട്ട് കേൾക്കാത്ത ഒരു മലയാളി പോലും ഇല്ല എന്ന് വേണം പറയാൻ. എന്തായാലും അദ്ദേഹം മരിച്ചെങ്കിലും യശശരീരനായെങ്കിലും അദ്ദേഹത്തിന്റെ പാട്ട് മലയാളികളുടെ മനസ്സിൽ കാലങ്ങളോളം ഇനിയും ജീവിക്കും എന്ന് വേണം നമുക്ക് എടുത്ത് പറയാം. എന്തായാലും മൃതദേഹം ഇപ്പോൾ അമല ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. വീട്ടിലേക്ക് അല്പസമയത്തിനകം വീട്ടിലെത്തും. വീട്ടിൽ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വനമന്ത്രി AK ശശീന്ദ്രൻ, ശ്രീകുമാരൻ തമ്പി, അതുപോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉണ്ട്. അവിടുത്തെ പൊതുദർശനത്തിന് ശേഷം 10 മണിയോടെ മൃതദേഹം സംഗീത നാടക അക്കാദമിയിലേക്ക് കൊണ്ടുപോകും. അവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷം 12 മണിക്ക് ശേഷം മൃതദേഹം വീണ്ടും തിരികെ പൂന്നത്തെ വസതിയിലേക്ക് എത്തിക്കും. ഇന്ന് രാത്രി മൃതദേഹം അവിടെ സൂക്ഷിക്കും. നാളെ രാവിലെ 8:30 പറവൂരിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് അവിടെ പൊതുദർശനം ഉണ്ടായിരിക്കും. നിരവധി മേഖല, നേരത്തെ പറഞ്ഞ പോലെ സിനിമ, സാംസ്കാരികം, അതുപോലെ തന്നെ രാഷ്ട്രീയം തുടങ്ങി നിരവധി മേഖലയിലുള്ള ആളുകൾ എറണാകുളത്തുള്ള വീട്ടിലും ഈ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക്. എന്തായാലും അദ്ദേഹത്തിന് ഔദ്യോഗിക ബഹുമതികളോടെ ആയിരിക്കും സംസ്കാരം എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നാളെ വൈകിട്ട് മൂച്ചതിരിഞ്ഞ് 3:30 സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും അത് പ്രകാരം ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ തുടർന്ന് പോകുന്നത്. എന്തായാലും മൃതദേഹം അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ പൂന്നത്തെ വസതിയിൽ എത്തിക്കും. ഭദ്ര. അനീഷ്, ഈ ജയചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജനിച്ചത് കൊച്ചിയിലായിരുന്നു, രവിപുരത്താണ് അദ്ദേഹം ജനിച്ചത്. എങ്കിൽ പോലും അദ്ദേഹം
ഇത്രയും കാലം ജീവിച്ചു തീർത്തത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയായിരുന്നു പി ജയചന്ദ്രൻ എന്ന് പറയുന്ന ഭാവഗായകൻ. എന്തായാലും അദ്ദേഹം വിട പറയുമ്പോൾ നേരത്തെ അനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ നേതൃനിരയിലുള്ള എല്ലാവരും എത്തിയിട്ടുണ്ടെങ്കിൽ പോലും തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു തീരെ നഷ്ടം തന്നെയാണ്. തൃശ്ശൂരുകാരും അദ്ദേഹത്തിന് ഇന്ന് വിട നൽകുകയാണ്. എങ്ങനെയാണ് ആ ഒരു വിവരങ്ങൾ? തീർച്ചയായും ഭദ്ര, അദ്ദേഹം ജനിച്ചത് കൊച്ചിയിലാണ് എന്നുള്ള കാര്യം പലർക്കും ഇപ്പോഴും അറിയാത്ത ഒരു കാര്യമാണ്. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ കൂടി അത്തരത്തിൽ വരുമ്പോൾ കരുതിയിരുന്നത് അദ്ദേഹം ജനിച്ച സ്ഥലം ഇരിങ്ങാലക്കുടയാണ്, തുടർന്ന് തൃശ്ശൂരിലേക്ക് താമസം മാറ്റി എന്നതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ജനിച്ച സ്ഥലം കൊച്ചിയിലാണ്, പിന്നീട് ഇരിങ്ങാലക്കുടയിലേക്ക് മാറുകയായിരുന്നു. അവിടെ നിന്നിപ്പോൾ വർഷങ്ങളായി ഇപ്പോൾ തൃശ്ശൂരിലാണ് അദ്ദേഹം താമസം. തൃശ്ശൂരിന്റെ സുപരിചിതനാണ്, തൃശ്ശൂരിന്റെ പുത്രനാണ്, തൃശ്ശൂരിന്റെ സ്വന്തമാണ് എന്നാണ് മലയാളികൾ ഇപ്പോഴും കരുതുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹം തൃശ്ശൂർ നഗരത്തിൽ പലയിടങ്ങളിൽ ഒരു സാധാരണക്കാരനെ പോലെയാണ്. സൂപ്പർ മാർക്കറ്റിലായാൽ പോലും അദ്ദേഹത്തെ പലർക്കും കാണാനിടയായിട്ടുണ്ട്. വടക്കേ സ്റ്റാൻഡ് പരിസരത്തൂടെ അദ്ദേഹം നടന്നു വരുന്നത് പലരും കണ്ടിട്ടുണ്ട്. സാധാരണക്കാരനായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം തള്ളി നീക്കിയിരുന്നത്. അദ്ദേഹം വലിയൊരു ഗായകനാണ്, നമുക്കറിയാം. ഒരുപാട് അംഗീകാരങ്ങളും ഒരുപാട് എണ്ണം പറയുകയാണെങ്കിൽ 16,000-ഓളം പാട്ടുകൾ പല ഭാഷകളും പാടിയ ഒരു വലിയ ഗായകനാണെന്നുള്ള ഒരു ഭാവം അദ്ദേഹത്തിന് വ്യക്തിജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സാധാരണക്കാരനായിട്ടാണ് തൃശ്ശൂർ നഗരത്തിന്റെ പല ഭാഗത്തും അദ്ദേഹം പോകുന്നത് പലരും കണ്ടിട്ടുണ്ട്. സാധാരണ ഒരു മനുഷ്യൻ പോകുന്നത് പോലെയാണ് പലർക്കും തോന്നിയിട്ടുള്ളത്. അടുത്തെത്തുമ്പോഴാണ് ഇത് ജയചന്ദ്രനാണ് എന്നുള്ള അത്ഭുതത്തോടെയാണ് ആളുകൾ നോക്കിക്കണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ളവർ പല സമയത്തും തൃശ്ശൂർ നഗരത്തിന്റെ പല ഭാഗങ്ങളും അദ്ദേഹം നടന്നു പോകുന്നതെല്ലാം കണ്ടു. അത്ര തന്നെ ലളിത ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണെന്ന് എടുത്ത് പറയേണ്ട ഒരു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തൃശ്ശൂർ സംഗീത നാടക അക്കാദമിയിൽ നടത്താനുള്ള ഒരു പൊതുദർശനം നേരത്തെ നിശ്ചയിച്ചതിനേക്കാളും വൈകും എന്നൊരു കാര്യം പറഞ്ഞത്. കാരണം നിരവധി ആളുകൾ അദ്ദേഹത്തെ ഇന്നലെ ആശുപത്രിയിൽ തന്നെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ, ആശുപത്രിയിൽ നിന്ന് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനിടെ കാണാനായി പലരും, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന സാധാരണക്കാർ പലരും ആ രാത്രി 10 മണി സമയത്ത് പോലും എത്തി എന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ സംഗീത നാടക അക്കാദമിയിലേക്ക് അദ്ദേഹത്തിന്റെ സംഗീതത്തെ സ്നേഹിച്ച അദ്ദേഹത്തിന്റെ ആരാധകർ, അദ്ദേഹത്തിന് നെഞ്ചിലേറ്റി ഇത്രയും കാലം കൊണ്ടും നടന്നവർ നിരവധി സാധാരണക്കാർ ഈ സംഗീത നാടക അക്കാദമിയിലേക്ക് ഒഴുകിയെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ നേരത്തെ നിശ്ചയിച്ചതിലും വിട്ട് സമയം ഇനിയും വൈകാൻ, സംഗീത നാടക അക്കാദമിയുടെ പ്രദർശനം 12 വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് വൈകാൻ തന്നെയാണ് സാധ്യത. മാത്രമല്ല സിനിമ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലുള്ള നിരവധി പേർ തൃശ്ശൂരിലേക്ക് ഈ പൊതുദർശന വേദി സ്ഥലത്തേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഭദ്ര, തീർച്ചയായും അനീഷ്, എന്തായാലും കഴിഞ്ഞ ദിവസം KS ചിത്ര അവരുടെ ഒരു പ്രതികരണം കണ്ടിരുന്നു. അതിങ്ങനെയാണ്, അതായത് സഹോദരന് തുല്യമായിരുന്നു. ഒരു പക്ഷേ ഈ ജയചന്ദ്രൻ തൻ്റെ സഹോദരി മരിച്ച സമയത്ത് ചിത്രയോട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം എങ്ങനെയാണ്, എനിക്കിനി സഹോദരി നീയാണ് എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് അത്രമാത്രം ആത്മബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. എത്രയൊക്കെ കാർക്കശ്യ സ്വഭാവമുണ്ട് എന്ന് പറയുമ്പോഴും, ചീത്ത പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു സ്നേഹവും വ്യക്തിബന്ധവും എന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ജയചന്ദ്രൻ. അനീഷ്, തീർച്ചയായും ഭദ്ര, അദ്ദേഹം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതക്കാരൻ, പെട്ടെന്ന് പിണങ്ങുന്ന ഒരു പ്രകൃതക്കാരനാണ് എന്നുള്ളത് അദ്ദേഹത്തെ അടുത്ത് അറിയുന്നവർക്കറിയാം. പക്ഷേ ആ പിണക്കം നൈമിഷികം മാത്രമാണ്, ചുരുങ്ങിയ സമയം മാത്രമാണ്. ഉള്ളിന്റെ ഉള്ളിൽ നേരത്തെ ഭദ്ര പറഞ്ഞ പോലെ അതീവ സ്നേഹവും ദയയും അനുകമ്പയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്നുള്ളതും അടുത്ത് അറിയുന്നവർക്ക് അറിയാം. പെട്ടെന്ന് തന്നെ അദ്ദേഹം എന്തെങ്കിലും കാര്യത്തിന് പിണങ്ങും. അത്തരത്തിലൊരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ആ പിണക്കം വെറും നിമിഷ നേരങ്ങൾക്ക് മാത്രമാണ്. അദ്ദേഹത്തിന് എന്താണോ പിണങ്ങാൻ തോന്നിയത് അപ്പോൾ തന്നെ അദ്ദേഹം ആ ഉള്ളിൽ ഒരു രീതിയും പുറത്ത് ചിരിച്ചു കാണിക്കുന്ന രീതിയും, അദ്ദേഹത്തിന് ഉള്ളിൽ എന്താണോ അപ്പോൾ തോന്നിയ വികാരം അത് അപ്പോൾ തന്നെ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ്.
അത് സിനിമാ മേഖലയിലുള്ളവർക്കും അദ്ദേഹത്തെ സുഹൃത്തു വലയങ്ങൾക്കും അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്കും ഒക്കെ ഒരു കൊച്ചുകുട്ടിയുടെ സ്വഭാവമാണ് എന്നാണ് അടുത്തറിയുന്നവർ നമ്മളോട് പറഞ്ഞ് നമുക്ക് കേട്ടിട്ടുള്ളത്. അടുത്തറിയുന്നവർക്ക് അറിയാം, ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണോ പിണങ്ങുക, എങ്ങനെയാണോ കൊച്ചുകുട്ടി വീണ്ടും ഇണങ്ങുക എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രകൃതം. അതുകൊണ്ട് തന്നെ വളരെ നന്മയും സ്നേഹവും ഒക്കെ മനസ്സിൻ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതിലുപരി സാധാരണക്കാരൻ എങ്ങനെയാണ് അതുപോലെ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടെ. ഇത്രയും വലിയൊരു ഗായകനാണ്, നിരവധി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, നിരവധി ഗാനങ്ങൾ വിവിധ ഭാഷകളിൽ പാടിയിട്ടുണ്ട്. നമുക്കറിയാം മലയാളത്തിൽ എങ്ങനെയാണോ ആരാധകർ ഉള്ളത് അതുപോലെ തന്നെ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലും ഉള്ളവർക്കൊക്കെ അദ്ദേഹം അത്ര കണ്ട് തന്നെ ആരാധകർ അവിടെയും ഉണ്ട്. കാരണം തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും എല്ലാ പാടിയ പാട്ടുകളും വലിയ ഹിറ്റായി ഇപ്പോഴും ആളുകൾ കേട്ടു. അനുദിനം ഒരു ദിവസം പോലും മലയാളികൾ അദ്ദേഹത്തിന്റെ പറ്റി കേൾക്കാത്ത ദിവസം ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ തമിഴ്നാട്ടിൽ പോയാൽ അവിടെയുള്ളവരും. കാരണം അത്ര കണ്ട് മനോഹരമായ പാട്ടുകൾ തമിഴിലും തെലുങ്കിലും കന്നഡയിലും എല്ലാം അദ്ദേഹം പാടിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു വിടവ് തന്നെയാണ്. ജയചന്ദ്രന് പകരം വെക്കാൻ മറ്റൊരാൾ ഇനി വരുമോ എന്നറിയില്ല. എന്തായാലും നിലവിൽ ജയചന്ദ്രന് പകരം വെക്കാൻ ഒരാളില്ല, ആ ശബ്ദത്തിന് പകരം വെക്കാൻ മറ്റൊരാള് ഇനിയില്ല. ജയചന്ദ്രന്റെ വിടവ് അവിടെ തന്നെ മലയാള സിനിമയിലും തമിഴ് സിനിമയിലും എല്ലാം ആ ഒരു സംഗീതത്തിന്റെ ജയചന്ദ്രൻ ഉണ്ടാക്കി വെച്ച ആ ഒരു വലിയ ആ ഒരു ശബ്ദ മാധുര്യത്തിന്റെ വിടവ് നികത്തപ്പെടും എന്നൊരു പ്രതീക്ഷ ഇല്ല. എന്തായാലും മലയാള സിനിമയ്ക്ക് കനത്ത നഷ്ടം തന്നെയാണ്. തൃശ്ശൂർക്കാർക്ക്, പ്രത്യേകിച്ച് തൃശ്ശൂരിന്റെ സ്വന്തം ജയേട്ടൻ വിടവാങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്.